വളരെ കൗതുകകരമായ ഒരു വിഷയമാണ് പരിശോധിക്കാൻ പോകുന്നത്. അതായത്, നമ്മളൊരു ജ്വല്ലറിയിൽ പോയി വാങ്ങുന്ന ഒരു ചെറിയ സ്വർണ്ണ മോതിരമുണ്ടല്ലോ. നമ്മൾ എല്ലാവരും ചെയ്യാറുള്ള കാര്യം. അതെ, ആ ഒരു ചെറിയ മോതിരം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെയും രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തെയും അതെങ്ങനെ പിടിച്ചുകുലുക്കുന്നു എന്ന് നമ്മളൊന്ന് വിശദമായി നോക്കാൻ പോവാണ്. തീർച്ചയായും ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇതിനായി നമ്മളിന്ന് ആശ്രയിക്കുന്നത് പബ്ലിക്കേഷൻസിന്റെ ചില ഗവേഷണ പ്രബന്ധങ്ങൾ, പിന്നെ പുതിയ സാമ്പത്തിക വാർത്താലേഖനങ്ങൾ, നിലവിലെ ചില റിപ്പോർട്ടുകൾ എന്നിവയൊക്കെയാണ്. അതെ, ഡേറ്റ വെച്ച് തന്നെ നമുക്കിത് സംസാരിക്കാം. അപ്പോ ഞാൻ ഈ വിഷയം തുടങ്ങാൻ കാരണം ഒരു പ്രത്യേക ദിവസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 2026 മെയ് 10 ആ ദിവസം. അതെ, അന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വെറും ഒറ്റ ദിവസം കൊണ്ടില്ലാതായത് 4 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ്. ശരിക്കും ഒരു ഭൂകമ്പം തന്നെയല്ലേ അന്നുണ്ടായത്? അതെ അതെ. സാധാരണയായി വിപണിയിൽ ഇത്ര വലിയൊരു തകർച്ച വരണമെങ്കിൽ ഒന്നുകിൽ റിസർവ് ബാങ്ക് വലിയ എന്തെങ്കിലും നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയ നികുതികൾ വരണം, അതുമല്ലെങ്കിൽ ആഗോളതലത്തിൽ എന്തെങ്കിലും മാന്ദ്യം വരണം, അല്ലേ? ശരിയാണ്. ഇതൊന്നുമല്ലാതെ വിപണി അങ്ങനെ ഒറ്റയടിക്കിടിയില്ല. പക്ഷെ അന്ന് ദലാൽ സ്ട്രീറ്റിൽ സംഭവിച്ചത് ഇതൊന്നുമായിരുന്നില്ല. ഒരു പുതിയ നയവും വന്നില്ല, നിയമങ്ങളുമില്ല. പകരം നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിലെ ഒരു ചെറിയ അഭ്യർത്ഥന, അതായത് കുറച്ചു കാലത്തേക്ക് ജനങ്ങൾ സ്വർണം വാങ്ങാതിരിക്കണമെന്നൊരു സാധാരണ അഭ്യർത്ഥന, അതാണ് ഇത്രയും വലിയൊരു തകർച്ചയുണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നാം. അതായത്, രാജ്യത്തെ ജനങ്ങളോട് സ്വർണം വാങ്ങരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓഹരി വിപണി തകരുക എന്ന്. അതെ, എനിക്കുമുണ്ടാ സംശയം. ഇത് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്തിനാണ് സ്വർണം വാങ്ങരുതെന്ന് പറഞ്ഞത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള ആ ഒരു വൈകാരിക ബന്ധം അത് എത്രത്തോളം വലുതാണെന്ന് നോക്കണം. അത് വളരെ വലുതാണ്. അതെ. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലൊരു സാധാരണ കല്യാണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ സ്വർണം എന്ന് പറയുന്നത് വെറുമൊരു ആഭരണമല്ല, അതൊരു അന്തസ്സാണ്. അതെ അതെ, ഒരു സ്റ്റാറ്റസ് സിംബൽ. നമ്മുടെ സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമാണത്. തീർച്ചയായും. ഒരു മകളുടെ കല്യാണത്തിന് ഡിജിറ്റൽ ഗോൾഡ് ബോണ്ട് കൊടുത്താൽ മതിയെന്ന് നമുക്ക് പോയി ഒരു മാതാപിതാക്കളോടും എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. നടക്കില്ല, ആരും സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. ഈ വൈകാരിക ബന്ധം രാജ്യത്തിന് എത്രത്തോളം ബാധ്യതയാകുന്നുണ്ട് എന്നതിന്റെ കണക്കുകൾ നമ്മളൊന്ന് നോക്കണം. ഞാൻ ആ ഡേറ്റ നോക്കിയിരുന്നു. നമ്മുടെ സ്രോതസ്സുകളിലെ 2025-26 കണക്കുകൾ നോക്കിയാൽ ശരിക്കും ഞെട്ടും. ആ ഒറ്റ വർഷം മാത്രം സ്വർണം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ചിലവാക്കിയത് 6 ലക്ഷം കോടി രൂപയാണ്. വാവ്! അതായത് ഏകദേശം $71.98 ബില്യൺ. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ വിദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ തൊട്ടുപിന്നിൽ സ്വർണമാണുള്ളത്. അതെ അതെ, ആ ഒരു കണക്കിൽ തന്നെയാണ് ഇതിന്റെ മുഴുവൻ സാമ്പത്തിക ശാസ്ത്രവും ഇരിക്കുന്നത്. അതായത്, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നാട്ടിലൊരു ജ്വല്ലറിയിൽ പോകുന്നു, നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ കൊടുക്കുന്നു, സ്വർണം വാങ്ങി വീട്ടിലേക്ക് വരുന്നു. ഇതിലെന്താണ് തെറ്റെന്നെല്ലാവരും ചിന്തിക്കും. ഒരു നിമിഷം, അവിടെയാണ് എനിക്കും സംശയം. അതായത്, ഞാൻ എന്റെ പോക്കറ്റിലെ രൂപ കൊടുക്കുന്നു, പകരം എനിക്ക് സ്വർണം കിട്ടുന്നു. അവിടെ രാജ്യത്തിന് എങ്ങനെയാണ് സാമ്പത്തിക നഷ്ടം വരുന്നത്? ഇതിൽ സർക്കാരിന് എന്താണ് കാര്യം? പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആ ഇന്ത്യൻ രൂപ ജ്വല്ലറിക്കാരൻ വാങ്ങുന്നുണ്ടെങ്കിലും ആ സ്വർണം ഇന്ത്യയിലേക്ക് വരുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നല്ല. അല്ല, അത് വിദേശത്തു നിന്നല്ലേ വരുന്നത്? അതെ, അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്നോ അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ നമ്മുടെ ബാങ്കുകളും ഇറക്കുമതിക്കാരും അത് വാങ്ങുമ്പോൾ അവർ അവിടെ കൊടുക്കേണ്ടത് ഇന്ത്യൻ രൂപയല്ല. അപ്പൊ ഡോളറാണോ? അതെ, അമേരിക്കൻ ഡോളറാണ് കൊടുക്കേണ്ടത്. അതായത്, നിങ്ങൾ ആ നാട്ടിലെ കടയിൽ നിന്ന് 1 ഗ്രാം സ്വർണം വാങ്ങുമ്പോഴും അതിന് തുല്യമായ ഡോളർ നമ്മുടെ റിസർവ് ബാങ്കിന്റെ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഓഹോ, അപ്പൊ ഇതൊരു വലിയ ചങ്ങലയാണല്ലേ? വലിയൊരു ചങ്ങലയാണ്. അപ്പൊ ഈ ഡോളർ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുകൂടൊന്ന് പറയാമോ? കാരണം കേൾക്കുന്ന പലർക്കും തോന്നും, എനിക്ക് ഡോളറുമായിട്ട് എന്ത് ബന്ധം? വലിയ ബന്ധമുണ്ട്. അതായത്, നമ്മളിങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുമ്പോൾ രാജ്യത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഡോളർ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകും. സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മളിതിനെ കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് പറയും. ഈ ഡോളർ കുറയുമ്പോൾ സ്വാഭാവികമായും ഡോളറിന് ഡിമാൻഡ് കൂടും. അപ്പോൾ
ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് പോകും. രൂപയുടെ മൂല്യം ഇടിയും. അതെ. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന മറ്റത്യാവശ്യ സാധനങ്ങൾ, പ്രത്യേകിച്ച് പെട്രോളിനും ഡീസലിനും നമ്മൾ കൂടുതൽ രൂപ കൊടുക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. അതെ. ഇന്ധനവില കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ. പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെ എല്ലാറ്റിൻ്റെയും വില കുതിച്ചുയരും. അതായത് നിങ്ങളൊരു സ്വർണ്ണമോതിരം വാങ്ങുമ്പോൾ രാജ്യത്തുണ്ടാകുന്ന ഡോളർ ചോർച്ച നിങ്ങളുടെ അയൽവാസിയുടെ വീട്ടിലെ പച്ചക്കറിക്ക് വരെ വില കൂട്ടാൻ കാരണമാകുന്നുണ്ട്. വൗ, ഇത് നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഒരു വലിയ വാട്ടർ ടാങ്ക് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളമാണ് രാജ്യത്തിന്റെ ഡോളർ ശേഖരം. നമ്മൾ ഓരോ തവണ സ്വർണം വാങ്ങുമ്പോഴും ആ ടാങ്കിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കുന്നതിന് തുല്യമാണത്. അതെ അതെ. ആ ദ്വാരത്തിലൂടെ വെള്ളം, അതായത് ഡോളർ, മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ആ വാട്ടർ ടാങ്ക് ഉദാഹരണം വളരെ കൃത്യമാണ്. അതിൽ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. പറയൂ. വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ടാങ്കിലേക്ക് കുറേ വലിയ കരിങ്കല്ലുകൾ ഇടുകയാണ്. കരിങ്കല്ലുകളോ? അതെ. ആ കരിങ്കല്ലുകളെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ലോക്കറുകളിലിരിക്കുന്ന ഈ ഫിസിക്കൽ സ്വർണമാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. ശരിയാണ്. അതായത് ഒരു ഫാക്ടറി പണിയാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ നൽകാനോ ഒന്നും ഈ സ്വർണം ഉപയോഗിക്കുന്നില്ല. 2010 ലോക സ്വർണ്ണ കൗൺസിലിന്റെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ ഏകദേശം 18,000 ടൺ സ്വർണമാണ് ഇന്ത്യക്കാരുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. 18,000 ടണ്ണോ? അതെ. അന്നത്തെ രാജ്യത്തിന്റെ മൊത്തം GDPയുടെ 50% വരും ആ സ്വർണത്തിന്റെ മൂല്യം. സമ്പദ്വ്യവസ്ഥയ്ക്ക് യാതൊരു ഗുണവുമില്ലാതെ വെറുതെ പെട്ടിയിലിരിക്കുന്നൊരു നിഷ്ക്രിയ ആസ്തി. നിൽക്കൂ, എനിക്കൊരു സംശയമുണ്ട്. ആസ്തിയെന്ന് പറയുന്നത് എപ്പോഴും ഒരു നിക്ഷേപമല്ലേ? എനിക്ക് നാളെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഈ സ്വർണം വിറ്റ് കാശാക്കാൻ കഴിയുമല്ലോ. പിന്നെ അത് എങ്ങനെയാണ് ഒരു നിഷ്ക്രിയാസ്തിയാകുന്നത്? വ്യക്തിപരമായി നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതൊരു സാമ്പത്തിക സുരക്ഷയാണ്. പക്ഷേ രാജ്യത്തിന്റെ ആ വലിയ സാമ്പത്തിക ചിത്രത്തിൽ നോക്കുമ്പോൾ അതൊരു നിർജീവമായ മൂലധനമാണ്. അതായത് രാജ്യത്തിന് ഗുണമില്ല. അതെ. നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ എന്ത് സംഭവിക്കും? ബാങ്ക് ആ പണം ഉപയോഗിച്ച് പുതിയ ബിസിനസ്സുകൾക്ക് ലോൺ കൊടുക്കും. അത് പുതിയ തൊഴിലുകളുണ്ടാക്കും. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത് സഹായിക്കും. എന്നാൽ വീട്ടിലെ ലോക്കറിലിരിക്കുന്ന സ്വർണം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത്. പക്ഷേ എങ്കിലും എനിക്കൊരു സംശയം ബാക്കിയാണ്. നമ്മൾ കാലാകാലങ്ങളായി ഇതേ രീതിയിലല്ലേ സ്വർണം വാങ്ങുന്നത്? അതെ. പിന്നെ എന്തിനാണ് ഈയൊരു പ്രത്യേക സമയത്ത്, അതായത് 2026 മെയ് മാസത്തിൽ ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്തിയത്? അപ്പോൾ ഇതിലെ യഥാർത്ഥ വില്ലൻ സ്വർണമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. തീർച്ചയായുമല്ല. യഥാർത്ഥ പ്രതിസന്ധി മറ്റൊന്നായിരുന്നു: ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ. അതെ. ആ സമയത്ത് US-ഉം ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. ഒരു യുദ്ധം തുടങ്ങുന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ. ഇത് കാരണം ആഗോള വിപണിയിലെ എണ്ണവില കുത്തനെ അങ്ങ് കൂടി. സാധാരണ ഒരു 70 അല്ലെങ്കിൽ $80 നിൽക്കേണ്ട ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് ബാരലിന് $105 മുകളിലേക്ക് പോയി. ശരിക്കും ഒരു അടിയന്തരാവസ്ഥ. അതെ. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതിന്റെ ഭീകരത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ എണ്ണ ഉപയോഗം നമ്മൾ നോക്കണം. നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 88% നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതെ അതെ. എണ്ണവില $105 കടന്നപ്പോൾ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് ഒരു മാസമുണ്ടായ നഷ്ടം എത്രയാണെന്നറിയാമോ? 30,000 കോടി രൂപ. വലിയൊരു തുകയാണത്. കാരണം അന്താരാഷ്ട്ര വിപണിയിലെ വില കൂടിയതുപോലെ പെട്ടെന്നൊരു ദിവസം ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കൂട്ടിയാൽ അത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. താങ്ങാൻ പറ്റില്ല. ഈയൊരു സാഹചര്യം മനസ്സിലാക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ആ 7 അഭ്യർത്ഥനകളുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് പിടികിട്ടുക. ആ പ്രസംഗത്തിൽ അദ്ദേഹം വെറുതെ സ്വർണം വാങ്ങരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനകളുടെ ലിസ്റ്റ് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ പെട്ടെന്ന് നോക്കുമ്പോൾ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങളാണെന്ന് തോന്നും. അതെ, ആ ലിസ്റ്റ് ശരിക്കും കൗതുകമുള്ളതാണ്. ഞാൻ അതൊന്ന് പറയാം. 1. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. 2. വിവാഹ ആവശ്യങ്ങൾക്ക് 1 വർഷത്തേക്ക് സ്വർണം വാങ്ങാതിരിക്കുക. 3. വിദേശയാത്രകൾ തൽക്കാലം മാറ്റിവെക്കുക. 4. പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക.
5 തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങുക. 6 രാസവളങ്ങളുടെ ഉപയോഗം പകുതിയായി കുറയ്ക്കുക. 7 വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുക. അതെ. ഇത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. അതായത് സ്വർണവും രാസവളവും വർക്ക് ഫ്രം ഹോമും തമ്മിൽ എന്താണ് ബന്ധം? വളരെ കൃത്യമായ ഒരു ബന്ധമുണ്ട്. ഇതിനെയെല്ലാം കൂട്ടിയിണക്കുന്ന ആ ഒരൊറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഡോളർ തന്നെയാണ്. ഡോളർ. അതെ. നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വണ്ടിയെടുത്ത് ഓഫീസിൽ പോകേണ്ടി വരുന്നില്ല. അപ്പോൾ ഇന്ധന ഉപയോഗം കുറയുന്നു. ഇന്ധനം കുറയുമ്പോൾ രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കുറയുന്നു. അവിടെ നമുക്ക് ഡോളർ ലാഭിക്കാം. ഓഹോ. ഇനി രാസവളത്തിന്റെ കാര്യം നോക്കാം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും നമ്മൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നവയാണ്. പാചക എണ്ണയുടെ കാര്യവും അങ്ങനെ തന്നെ. ഇതെല്ലാം കുറച്ചാൽ ഡോളർ പുറത്തേക്ക് പോകുന്നത് നമുക്ക് വലിയൊരു പരിധിവരെ തടയാൻ കഴിയും. അതായത് ജനങ്ങളോട് അവരുടെ വ്യക്തിപരമായ ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യപ്പെടുക അല്ലാതെ സർക്കാരിന് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു, അല്ലേ? അതെ, വേറെ വഴിയില്ല. ഇതിന്റെ ആ സാമ്പത്തിക വലിപ്പം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വർണം വാങ്ങുന്നത് ഒരു 30 മുതൽ 40% വരെ കുറച്ചാൽ മാത്രം ഇന്ത്യക്ക് ഒരു വർഷം 20 മുതൽ 25 ബില്യൺ ഡോളർ വരെ ലാഭിക്കാൻ കഴിയും. വാവ്, അത് വലിയൊരു എമൗണ്ടാണ്. അതെ. ഈ പണമുണ്ടെങ്കിൽ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം 95ലേക്ക് കൂപ്പുകുത്തുന്നത് തടയാൻ സർക്കാരിന് സാധിക്കും. ഇതൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. ശരിക്കും ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക പ്രതിരോധമെന്ന് തന്നെ പറയാം. കാരണം വിദേശ നാണയ ശേഖരം താഴേക്ക് പോയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ് ഇളകുക. ശരി, അപ്പൊ സർക്കാരിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കി. എങ്കിലും ഇതിലെനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ കാര്യം മറ്റൊന്നാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഓഹരി വിപണിയിലെ തകർച്ച. അത് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ നമ്മുടെ വിപണിയിൽ എന്തിനാണ് അങ്ങനെ ഒരു ഭൂകമ്പമുണ്ടായത്? സെൻസെക്സ് 1313 പോയിന്റാണെന്ന് കുപ്പുകുത്തിയത്. നിഫ്റ്റി 1.5% ഇടിഞ്ഞു. കല്യാൺ ജുവല്ലേഴ്സ്, ടൈറ്റാൻ, സെൻകോ ഗോൾഡ് തുടങ്ങിയ ജ്വല്ലറി ഓഹരികളൊക്കെ 7 മുതൽ 11% വരെയാണ് തകർന്നടിഞ്ഞത്. വിദേശയാത്രകൾ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വിമാനക്കമ്പനികളുടെ ഓഹരികളും താഴേക്ക് പോയി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിപണി മുഴുവൻ തകർന്നപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരികൾ കുതിച്ചുയരുകയായിരുന്നു. അതെ, വിപണിയുടെ ഈ ഒരു പ്രതികരണം ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു കേസ് സ്റ്റഡിയാണ്. പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഷമീന്ദർ കൗറും ദീപിന്ദർ കൗറും ചേർന്ന് നടത്തിയൊരു റിസർച്ച് പേപ്പർ ഈയൊരു പ്രതിഭാസത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഓഹോ, അവരെന്താണ് പറയുന്നത്? 2007 മുതൽ 2016 വരെയുള്ള സെൻസെക്സും സ്വർണ്ണവിലയും തമ്മിലുള്ള ബന്ധമാണ് അവർ പഠിച്ചത്. അവരുടെ കണ്ടെത്തലനുസരിച്ച് സ്വർണ്ണവിലയും സെൻസെക്സും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ട്. അതായത് ഒരു പോസിറ്റീവ് കോറിലേഷൻ. ഒരു നിമിഷം, അവിടെ ഒരു വിരോധാഭാസമില്ലേ? നിങ്ങളുടെ സ്രോതസ്സുകൾ പറയുന്നു സ്വർണവും സെൻസെക്സും ഒരുമിച്ച് നീങ്ങുന്നവയാണെന്ന്. അതെ. അതായത് ഓഹരി വിപണിയിൽ എന്തെങ്കിലും തകർച്ചയോ യുദ്ധമോ വരുമ്പോൾ നിക്ഷേപകർ പേടിച്ച് അവരുടെ പണം സുരക്ഷിതമായ ഒരിടത്തേക്ക്, അതായത് സ്വർണത്തിലേക്ക് മാറ്റും. അപ്പോൾ സ്വർണ്ണവില കൂടും. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിപണി തകർന്നപ്പോൾ സ്വർണ്ണ ഓഹരികൾ എന്തുകൊണ്ട് കൂപ്പുകുത്തി? അവിടെ സ്വർണത്തിന് ഡിമാൻഡ് കൂടുകയല്ലേ വേണ്ടത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സാധാരണഗതിയിൽ ആഗോള പ്രതിസന്ധികൾ വരുമ്പോൾ സ്വർണം ഒരു സുരക്ഷിത താവളമാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? വിപണിയിലുണ്ടായ ആ പരിഭ്രാന്തിയിൽ ആളുകൾ സ്വർണം വാങ്ങാൻ പോകുന്നതിനു പകരം സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ വന്ന് നേരിട്ട് പറയുന്നു സ്വർണം വാങ്ങരുത് എന്നു. ഇത് വെറും ഒരു സാമ്പത്തിക മാന്ദ്യമല്ല, മറിച്ച് സ്വർണത്തിനെതിരെയുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു നയപരമായ മുന്നറിയിപ്പായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇതിനെ കണ്ടത്. ഓഹോ, അതായത് ഓഹരി വിപണിയിലെ നിക്ഷേപകർ ഇതിനെ വെറുമൊരു അഭ്യർത്ഥനയായി കണ്ടില്ല, നാളെ വരാൻ പോകുന്ന വലിയൊരു നിയമത്തിന്റെ സൂചനയായി എടുത്തു, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. കാരണം ഇതിനു മുൻപും സമാനമായൊരു സാഹചര്യമുണ്ടായിരുന്നു. 2013 കറണ്ട് അക്കൗണ്ട് കമ്മി വല്ലാതെ കൂടിയപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 4% നിന്ന് 10% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് വിപണിയുടെ ഓർമ്മയിലുണ്ട്. അതെ അതെ. ഇത്തവരെയും അതുപോലെ നാളെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ സർക്കാർ കുത്തനെ കൂട്ടിയേക്കാമെന്നൊരു ഭയം വിപണിയിലുണ്ടായി. തീരുവ കൂടിയാൽ സ്വർണ്ണവില കൂടും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ വാങ്ങുന്നത് കുറയും, ജ്വല്ലറികളുടെ ലാഭമിടിയും. ഈയൊരു ഭയമാണ് നിക്ഷേപകരെ കൊണ്ട് ജ്വല്ലറി ഓഹരികൾ വേഗം വിറ്റൊഴിയാൻ പ്രേരിപ്പിച്ചത്. ഇത് അതിശയകരമാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചു നോക്കിയാൽ
ഒരു നിയമവും പാസാക്കാതെ തന്നെ കേവലം വാക്കുകൾ കൊണ്ട് വിപണിയെ ഇത്ര കൃത്യമായി നിയന്ത്രിക്കാനായി എന്നത് വിസ്മയകരമായ ഒരു സാമ്പത്തിക നീക്കമാണ്. അതെ. നമ്മുടെ സമ്പദ്വ്യവസ്ഥ എത്രത്തോളം ലോലമാണെന്നും ബാഹ്യഘടകങ്ങളും ഭരണകർത്താക്കളുടെ വാക്കുകളും അതിനെ എത്ര പെട്ടെന്ന് ബാധിക്കുമെന്നും ഇത് കാണിച്ചു തരുന്നു, അല്ലേ? തീർച്ചയായും. അതാണ് ഓഹരി വിപണിയുടെ സ്വഭാവം. അതെപ്പോഴും ഭാവി മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. ശരി. അപ്പോ മാക്രോ ഇക്കണോമിക്സും ഓഹരി വിപണിയുമൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. പക്ഷേ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടാകും. എന്താണത്? അതായത്, അടുത്ത മാസം എന്റെ സഹോദരിയുടെ കല്യാണമാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ സമ്പാദ്യമായി സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന്. ശരിയാണ്. അതൊരു വലിയ ചോദ്യമാണ്. സ്വർണം വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണ് ബദൽ മാർഗങ്ങൾ? നമ്മൾ പണം എവിടെ നിക്ഷേപിക്കും? ഇവിടെയാണ് ഈ പഠനം ചില പ്രായോഗികമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? അതെ. സ്വർണത്തിലുള്ള നിക്ഷേപം പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല ഇതിനർത്ഥം. മറിച്ച് ഫിസിക്കൽ സ്വർണം, അതായത് നമ്മൾ ആഭരണങ്ങളായോ സ്വർണ്ണ നാണയങ്ങളായോ വാങ്ങുന്നത് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നാണ്. അല്ലേ? അത് വിദേശത്ത് നിന്ന് ഡോളർ കൊടുത്ത് ഇറക്കുമതി ചെയ്യണം. അതെ. എന്നാൽ നിങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങുമ്പോഴോ അവിടെ നമ്മൾ ഡോളർ കൊടുക്കുന്നില്ലേ? ഇല്ല. അവിടെയാണ് ഇതിന്റെ മുഴുവൻ ടെക്നിക്ക് ഇരിക്കുന്നത്. നിങ്ങൾ ബോണ്ട് വാങ്ങുമ്പോൾ നൽകുന്ന രൂപ നേരെ സർക്കാരിന്റെ ഫണ്ടിലേക്കാണ് പോകുന്നത്. ഓഹോ. അതിനായി ഒരൊറ്റ ഗ്രാം സ്വർണം പോലും വിദേശത്ത് നിന്ന് ഫിസിക്കലായി അവർ ഇറക്കുമതി ചെയ്യുന്നില്ല. അതുകൊണ്ട് രാജ്യത്ത് നിന്ന് $1 പോലും പുറത്തേക്ക് പോകുന്നില്ല. വാവ്. അപ്പൊ നമ്മുടെ പണം രാജ്യത്ത് തന്നെ നിൽക്കും. അതെ. പകരം സ്വർണ്ണവില വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ലാഭവും അതിനു പുറമെ വർഷത്തിലൊരു നിശ്ചിത ശതമാനം പലിശയും നിക്ഷേപകന് കിട്ടും. നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാണ്, ഒപ്പം രാജ്യത്തിന്റെ ഡോളറും സുരക്ഷിതമാണ്. ഇതൊരു വിൻ വിൻ സാഹചര്യമാണ്. മാത്രമല്ല, ഫിസിക്കൽ സ്വർണം വാങ്ങാൻ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നമ്മൾ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ 2026 ഈ പ്രതിസന്ധി സമയത്ത് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി വെറും 15 ടണ്ണായി കുത്തനെ കുറഞ്ഞു. 15 ടൺ? അതെ. കഴിഞ്ഞ മാസങ്ങളിൽ ഇത് 100 ടൺ വരെയൊക്കെ ആയിരുന്നു എന്നോർക്കണം. ഇറക്കുമതി ഇത്രയും കുറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സ്വർണത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫലമെന്താണെന്നോ? വില കൂടും. അതെ. അന്താരാഷ്ട്ര വിപണിയിലെ വിലയേക്കാൾ 15 മുതൽ $16 വരെ അധികം നൽകിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ വ്യാപാരികളും ജനങ്ങളും സ്വർണം വാങ്ങുന്നത്. ഇതിനെ നമ്മൾ പ്രീമിയം പ്രൈസ് എന്നാണ് പറയുന്നത്. അതായത്, നിങ്ങളിപ്പോൾ പോയി സ്വർണ്ണാഭരണം വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ ഉയർന്ന ഒരു തുകയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒട്ടും ലാഭകരമായ ഒരു നിക്ഷേപമല്ല. അതായത്, നിങ്ങൾ കേവലം സാമ്പത്തിക ലാഭത്തിനാണ് സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ഉയർന്ന വിലയ്ക്ക് ഫിസിക്കൽ സ്വർണം വാങ്ങുന്നത് ഒരു മണ്ടത്തരമാണ്. തീർച്ചയായും. പകരം ഡിജിറ്റൽ സ്വർണമോ ബോണ്ടോ വാങ്ങിയാൽ അത് നിങ്ങളുടെ പോക്കറ്റിനും രാജ്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യും. തീർച്ചയായും ആഭരണമായി തന്നെ വേണം എന്നുള്ളവർക്ക് അത് മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിക്ഷേപം എന്ന നിലയിൽ ഡിജിറ്റൽ മാർഗങ്ങളിലേക്ക് മാറാൻ ഇതിലും മികച്ചൊരു സമയമില്ല. സാമ്പത്തിക സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ പരമ്പരാഗത ശീലങ്ങൾ ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയേ മതിയാകൂ. അപ്പോ ഇതിനർത്ഥം എന്താണ്? നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ രത്നചുരുക്കം ഇതാണ്: മാക്രോ ഇക്കണോമിക്സ് എന്നത് എവിടെയോ ഇരുന്ന് വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ തീരുമാനിക്കുന്ന വെറുമൊരു കണക്കിലെ കളിയല്ല. അല്ല. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുണ്ടല്ലോ, അത് ഒരു സ്വർണ്ണവള വാങ്ങുന്നതാകട്ടെ, അല്ലെങ്കിൽ വിദേശത്തേക്കൊരു ടൂറ് പോകുന്നതാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ അധികമായി എണ്ണ അടിക്കുന്നതാകട്ടെ, ഇത് കേവലം നമ്മുടെ ബാങ്ക് ബാലൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്. അതു വലിയ രീതിയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ, നമ്മുടെ രൂപയുടെ മൂല്യത്തെ, വിദേശ നാണയശേഖരത്തെ എല്ലാം നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ആഗോള പ്രതിസന്ധികളുടെ സമയത്ത് നമ്മുടെ ഈ ചെറിയ തീരുമാനങ്ങൾക്ക് വലിയൊരു യുദ്ധം തന്നെ ജയിക്കാനോ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതെ. സമ്പദ്വ്യവസ്ഥ എന്നത് നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ പൗരന്റെയും സാമ്പത്തിക തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ. ശരിയാണ്. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് പുതിയൊരു ആശയം കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
നൂറ്റാണ്ടുകളായി സ്വർണം വാങ്ങി ലോക്കറുകളിലും പെട്ടികളിലുമായി പൂർത്തിവെക്കുന്നതാണ് നമ്മുടെ ശീലം. ഉം. എന്നാൽ ഈ ഒരു പ്രതിസന്ധി കാരണം, അല്ലെങ്കിൽ ഈ ബോധവൽക്കരണം കാരണം, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഫിസിക്കൽ സ്വർണത്തിൽ നിന്ന് മാറി ശാശ്വതമായി ഡിജിറ്റൽ ആസ്തികളിലേക്കും പ്രൊഡക്റ്റീവ് സാമ്പത്തിക നിക്ഷേപങ്ങളിലേക്കും മാറിയാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ മാറ്റമായിരിക്കും. ഇന്ത്യയിലെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ 18,000 ടൺ സ്വർണം, അതായത് ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ മൂല്യമുള്ള ആ സ്വർണം എങ്ങനെയെങ്കിലും സമ്പദ്വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് വന്നാൽ അത് ആഗോള സാമ്പത്തിക ശക്തികളുടെ സന്തുലിതാവസ്ഥയെ തന്നെ എങ്ങനെ മാറ്റിമറിക്കും? ശരിക്കും. നമ്മുടെ രാജ്യം എത്രത്തോളം സാമ്പത്തികമായി കുതിച്ചുചാടും? വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവം അതുതന്നെയായിരിക്കും. നിങ്ങളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വലിയ സ്വപ്നമാണ്. ഒരുപക്ഷെ ഭാവിയിൽ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള വലിയൊരു മാറ്റത്തിന്റെ തുടക്കം. നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണത്. തീർച്ചയായും. ആ ഒരു മാറ്റം നമ്മൾ ഓരോരുത്തരിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. എന്തായാലും ഇന്നത്തെ ഈ വിശദമായ പഠനത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും വലിയൊരു നന്ദി. സാമ്പത്തിക ലോകത്തെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് അല്പമെങ്കിലും മാറ്റം വരുത്താൻ ഈ ചർച്ച ഉപകരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കൗതുകകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എപ്പോഴും ബുദ്ധിപരമായിരിക്കട്ടെ. വിട.